ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വിഷു റിലീസായി ഏപ്രിൽ 15 ബുധനാഴ്ച തിയേറ്ററിലെ മലയാള സിനിമയാണ് പള്ളിച്ചട്ടമ്പി. ടോവിനോ തോമസ് നായകനായി എസ് സുരേഷ് ബാബു തിരക്കഥ തയ്യാറാക്കി ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത ഈ സിനിമയ്ക്ക് പ്രതീക്ഷിച്ചതുപോലെ ഒരു ക്ലീൻ പോസിറ്റീവ് അഭിപ്രായം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. മിക്സഡ് അഭിപ്രായമാണ് പൊതുവെ നേടിയെടുത്തിട്ടുള്ളത്. അതേസമയം അത്യാവശ്യം മികച്ച ഒരു പ്രീസെയിൽ കളക്ഷൻ നേടിയെടുക്കാൻ കഴിഞ്ഞ ഈ സിനിമയ്ക്ക് അത്യാവശ്യം വളരെ മികച്ച ഒരു ഓപ്പണിംഗ് കളക്ഷനും കേരളത്തിൽ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഈ സിനിമ കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 2,80,00,000 റേഞ്ചിലാണ്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ എന്നിങ്ങനെ 4 ഭാഷകളിൽ കൂടി തിയേറ്ററിലെത്തിയ ഈ സിനിമയ്ക്ക് റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമെല്ലാം തന്നെ മികച്ച സ്ക്രീൻ കൗണ്ടാണ് ലഭ്യമായിരുന്നത്. എങ്ങനെ പോയാലും ആദ്യ ദിവസം വേൾഡ് വൈഡ് കളക്ഷനായി 4.5 കോടി റേഞ്ചിൽ നേടിയെടുക്കാനുള്ള സാധ്യത റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. വിഷു റിലീസായി ഇന്ന് തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ. രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ കുഞ്ചാക്കോ ബോബൻ, ദിലീഷ് പോത്തൻ, ചിദംബരം, സജിൻ ഗോപു എന്നിങ്ങനെയാണ് പ്രധാനപ്പെട്ട താരങ്ങൾ. ഇന്നലെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ച ശേഷവും ഇന്ന് രാവിലെ വരെയും ബുക്ക് മൈ ഷോ ട്രെൻഡിങ്ങിൽ യാതൊരു വിധത്തിലും ഇടം പിടിക്കാതിരുന്ന ഈ സിനിമയ്ക്ക് ചിത്രം പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്തോടെ പിന്നീടുള്ള മണിക്കൂറുകളിൽ 1000, 1500, 2000 ടിക്കറ്റുകൾ വരെ വിറ്റഴിക്കുന്ന സമയമുണ്ടായി. എന്തായാലും ആദ്യ ദിവസത്തെ കേരള കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇന്ന് 75 ലക്ഷം റേഞ്ചിൽ നേടിയെടുക്കാനാണ് സാധ്യത. സിനിമയുടെ വേൾഡ് വൈഡ് ഓപ്പണിംഗ് കളക്ഷൻ 1,30,00,000 റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഈ സിനിമയ്ക്ക് വരും ദിവസങ്ങളിൽ മികച്ച കളക്ഷൻ നേടിയെടുക്കാനാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വിഷുദിനത്തിൽ തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് വാഴ 2 തന്നെയാണ്. ഈ സിനിമയിൽ ഉച്ച സമയങ്ങളിൽ മണിക്കൂറിൽ 12,000, 13,000 ടിക്കറ്റുകൾ വരെ ബുക്ക് മൈ ഷോ വഴി വിറ്റഴിക്കപ്പെട്ടിരുന്നു. ഇന്നലെ വരെയുള്ള 13 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 90,53,00,000 രൂപയാണ്. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 5,35,00,000 റേഞ്ചിലാണ്. അങ്ങനെ 14 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ ഈ സിനിമ 95,80,00,000 റേഞ്ചിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. 14 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 183 കോടി റേഞ്ചിലുമാണ്. ഏപ്രിൽ 10 തിയേറ്ററിലെത്തി സൂപ്പർ ഹിറ്റ് വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് ഭരതനാട്യം 2 മോഹിനിയാട്ടം. ഈ സിനിമ ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള 5 ദിവസം കൊണ്ട് കേരളത്തിൽ 4,91,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. ഈ സിനിമയുടെ 5 ദിവസത്തെ ഓവർസീസ് കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ $2,68,000, അതായത് 2,50,00,000 രൂപയാണ് വിദേശത്ത് നിന്ന് സ്വന്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ ഇന്നലെ വരെ ലോകമെമ്പാടുമായി 7,41,00,000 രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. 6ാം ദിവസവും വിഷുദിനം കൂടിയ ഇന്ന് ബുധനാഴ്ചയും ഈ സിനിമയ്ക്ക് കേരളത്തിൽ മികച്ച കളക്ഷനാണ് നേടിയെടുക്കാനായിട്ടുള്ളത്. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ 1,60,00,000 റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 6 ദിവസം കൊണ്ട് തന്നെ കേരളത്തിൽ 6,50,00,000 റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 9-9.5 കോടി റേഞ്ചിലാണ്. ജയസൂര്യ നായകനായി മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ സംവിധാനം ചെയ്ത് മാർച്ച് 19 തിയേറ്ററിലത്തെ നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമായി കഴിഞ്ഞ മലയാള സിനിമയാണ് ആട് 3. സിനിമ ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള 27 ദിവസം കൊണ്ട് കേരളത്തിൽ 53 കോടി രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 7 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 53 കോടി 7 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ 28 ദിവസത്തെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 122 കോടി 65 ലക്ഷം റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. ദുരന്തർ 2 തിയേറ്ററിലെത്തിയിട്ട് 4ാമത്തെ ബുധനാഴ്ച കൂടിയ 28 ദിവസമാണ് പിന്നിടുന്നത്. 27ാം ദിവസം ഇന്നലെ ചൊവ്വാഴ്ച ഈ സിനിമ കേരളത്തിൽ 5,45,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 27 ദിവസം കൊണ്ട് 18,92,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. കർണാടകയിൽ 133,90,00,000 രൂപയും തെലങ്കാനയിൽ 68,73,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ആന്ധ്രയിൽ 27,55,00,000, തമിഴ്നാട്ടിൽ 37,46,00,000 എന്നിങ്ങനെ 27 ദിവസം കൊണ്ട് സൗത്ത് ഇന്ത്യൻ കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 286,56,00,000 രൂപയാണ്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി സിനിമ 27 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത് 1,311,68,00,000 രൂപയാണ്. വിദേശത്ത് നിന്ന് 416,25,00,000 ഉൾപ്പെടെ 1,727,93,00,000 രൂപയാണ് ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിരിക്കുന്നത്. മാർച്ച് 19 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത തമിഴ് സിനിമയാണ് യൂത്ത്. കെൻ കരുണാസ് തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമ തമിഴ്നാട്ടിൽ 52,82,00,000 രൂപയാണ് 27 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത്. കേരളത്തിൽ 1,42,00,000 കളക്ട് ചെയ്ത ഈ സിനിമ കർണാടകയിൽ 4,11,00,000, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 5,75,00,000, ഇന്ത്യയിലെ മറ്റ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 27 ലക്ഷം എന്നിങ്ങനെ ഇന്ത്യൻ കളക്ഷനായി 64,39,00,000 രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. വിദേശത്ത് നിന്ന് 11,57,00,000 ഉൾപ്പെടെ ലോകമെമ്പാടുമായി 75,96,00,000 രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക. ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.